الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും പഠിപ്പിച്ച ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. ഇന്ന് നമസ്കാരവുമായി ബന്ധപ്പെടുത്തി നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കർമ്മത്തിൻ്റെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധിയോടുകൂടെ, വൃത്തിയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നിയമമാക്കിയ കാര്യമാണ്. വിശ്വാസികൾ അവർ എപ്പോഴും ശുദ്ധിയോടുകൂടെയാണ്, വൃത്തിയോടുകൂടെയാണ് ജീവിക്കേണ്ടത്. ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും, രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട്, രണ്ട് രീതിയിലാണ് ശുദ്ധീകരണമുള്ളത്. അതിലൊന്ന് ത്വഹറത്തും മഅനവിയ്യ,
ത്വഹാറത്തു മഅനവിയ എന്ന് പറഞ്ഞാൽ ആത്മീയമായ ശുദ്ധിയാണ്. ആത്മീയമായ ശുദ്ധി വരുത്തേണ്ട ആളുകളാണ് വിശ്വാസികൾ. എന്താണ് ആത്മീയമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. സത്യവിശ്വാസികളെ, തീർച്ചയായും മുശ്രിക്കുകളായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവർ നജസാണ്. നജസ് എന്ന പദത്തിൻ്റെ അർത്ഥം അശുദ്ധി എന്നാണ്. അപ്പം എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവർ അശുദ്ധരാണ്, അവർ ശുദ്ധിയില്ലാത്ത ആളുകളാണ്. അത് പറയുമ്പോൾ അവരുടെ ശരീരത്തിലൊക്കെ അശുദ്ധിയുണ്ട്, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അവർക്ക് കൈ കൊടുക്കാൻ പാടില്ല. അതാണോ ഈ ആയത്തിൻ്റെ അർത്ഥം? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അശുദ്ധരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ആത്മീയമായ അശുദ്ധിയാണ്. വിശ്വാസപരമായി ശുദ്ധിയില്ലാത്ത ആളുകളാണ് അവർ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ത്വഹാറത്തു മഅനവിയ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് ഒരു വിശ്വാസി അവൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കണം. ബഹുദൈവാരാധന ഏറ്റവും വലിയ അശുദ്ധിയാണ്, യഥാർത്ഥത്തിൽ ഏറ്റവും മോശമായ കാര്യമാണ്. ആ നിലയിലാണ് മുശ്രിക്കുകളായ ആളുകൾ നജസാണ് എന്ന് പറയുന്നത്. അതല്ലാതെ ബാഹ്യമായി അവരുടെ ശരീരത്തിൻ്റെ പുറം ഭാഗത്തുള്ള അശുദ്ധിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയല്ല ഈ ആയത്ത് അള്ളാഹു പഠിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ആത്മീയമായ ശുദ്ധിയാണ്. ഷിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അവരുടെ മനസ്സിനെ അവർ ശുദ്ധീകരിക്കണം. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ത്വഹാറത്തുൻ ഹിസ്സിയ എന്ന് പറയും. ത്വഹാറത്തുൻ ഹിസ്സിയ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധിയാണ്. ബാഹ്യമായ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ശുദ്ധി തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, നമ്മുടെ മുഖം, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, ഇതെല്ലാം ശുദ്ധിയോടുകൂടെ കൊണ്ടു നടക്കേണ്ട ആളുകളാണ് വിശ്വാസികളായ ആളുകൾ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് രണ്ടാളുകൾ വന്നു. ആ രണ്ടാളുകളുടെ പ്രത്യേകത, അവരിൽ ഒരാൾ മുടി ചീകി വെക്കാത്ത മനുഷ്യനാണ്. അയാളുടെ മുടിയൊക്കെ പാറിപ്പറന്ന് അതിങ്ങനെ ചെളിയൊക്കെ പുരണ്ടുള്ളൊരവസ്ഥയിലാണ്. മറ്റൊരു മനുഷ്യൻ, അയാളുടെ വസ്ത്രത്തിൽ അശുദ്ധിയുണ്ട്, ചെളിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത്, അവരെ ഓർമ്മപ്പെടുത്തുന്നത് മുടി ചീകി വെക്കാനും വസ്ത്രത്തിലെ അശുദ്ധിയെല്ലാം നീക്കം ചെയ്ത് ശുദ്ധിയോടുകൂടെ വസ്ത്രം ചെയ്ത് ജീവിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ടാളുകളെയും ഓർമ്മപ്പെടുത്തിയത് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശുദ്ധിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. നല്ല വസ്ത്രം ധരിക്കുക, മുടി ചീകി വെക്കുക, അതേപോലെ തന്നെ മാന്യമായ രീതിയിൽ ജീവിക്കുക, ഇതെല്ലാം ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തൊഹൂറു ഷത്റുൽ ഈമാൻ. ശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഈമാനിൻ്റെ പാതിയാണെന്നാണ്. അത്തൊഹൂറു ഷത്റുൽ ഈമാൻ, ഭാഗമാണ്, ഈമാനിൻ്റെ ഭാഗമാണ്, അതിൻ്റെ പാതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? അല്ലാഹു പറയുന്നത് ഫീഹി റിജാലുൻ. ഫീഹി റിജാലുൻ എന്ന് പറഞ്ഞാൽ അവിടെ ചില ആളുകളുണ്ട്. അവരാരാണ്? യുഹിബ്ബൂൻ, അവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്തിന്? ശുദ്ധി വരുത്താൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആളുകളെ, ശുദ്ധിയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഫീഹി റിജാലുൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നസലത്ത് ഹാദിഹിൽ ആയ നസലത്ത് ഫീ അഹ്ലി ഖുബ. ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത് ഖുബാ നിവാസികളായ, ഖുബയിലുള്ള ചില ആളുകളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്. ആരാണ് അവർ? അവർ ഫീഹി റിജാലുൻ, അവരിലെ ചില ആളുകളുടെ പ്രത്യേകത എന്താ? അവർ ശുദ്ധി വരുത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നിട്ട് അവരുടെ വിശേഷണമായി അബൂദാവൂദും തുർമുദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അവർ മലമൂത്ര വിസർജനം നടത്തിയാൽ
മൂത്ര വിസർജനം നടത്തിയാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്ത് വരുന്നതിന് മുമ്പ് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അവർ ശുദ്ധി വരുത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. അപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കുള്ള താക്കീതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശാരീരികമായും ആത്മീയമായും ശുദ്ധിയുള്ള ആളുകളാകണം. ആത്മീയമായ ശുദ്ധി എന്താ? വിശ്വാസപരമാണ്. നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യം ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ വിശ്വാസത്തിൻ്റെ ആളുകളാകണം. അതാണ് ആത്മീയമായ വിശുദ്ധി എന്ന് പറയുന്നത്. ശാരീരികമായ ശുദ്ധിയോ, നമ്മൾ നജസ്സുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ശുദ്ധിയാക്കണം. അതേപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, അതൊക്കെ ശുദ്ധിയോടുകൂടെയുള്ള വസ്ത്രമായിരിക്കണം. ഇസ്ലാമിൽ 2 തരത്തിലുള്ള അശുദ്ധിയുണ്ട്. 2 തരത്തിലുള്ള അശുദ്ധിയുണ്ട് എന്നാണ് ഫുഖഹാക്കൾ പറയുക. ഒന്ന് വലിയ അശുദ്ധിയാണ്, മറ്റൊന്ന് ചെറിയ അശുദ്ധിയാണ്. എല്ലാ ആളുകൾക്കും അതറിയാം. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം. ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായും കുളിക്കേണ്ടി വരും മുസ്ലിങ്ങളായ ആളുകൾ. അതിനാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ജനാബത്തുള്ള സമയത്ത് ഒരാൾ ജനാബത്തുകാരനത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നാൽ, ശാരീരികമായ ബന്ധം നടന്നാൽ അവർ ജനാബത്തുകാരായി. അതിനാണ് ജനാബത്ത് എന്ന് പറയാം. അവരെന്ത് ചെയ്യണം? അവർ നിർബന്ധമായും കുളിക്കണം. അതേപോലെ തന്നെ ഹൈലും നിഫാസുമുള്ള സ്ത്രീകൾ ആ ഹൈലിൽ നിന്ന്, നിഫാസിൽ നിന്ന് ശുദ്ധിയാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവർ കുളിക്കൽ നിർബന്ധമാണ്. അവർ നമസ്കരിക്കാൻ, തവാഫ് ചെയ്യാൻ, അതേപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം? അവർ ശുദ്ധി വരുത്തണം. അപ്പോൾ ഇസ്ലാമിലെ ശുദ്ധീകരണത്തിൽ ഒന്നെന്താ? വലിയ അശുദ്ധിയാണ്. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇസ്ലാമിലെ 2ാമത്തെ അശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ചെറിയ അശുദ്ധിയാണ്. ആ അശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? വുളു ഇല്ലാത്ത അവസ്ഥയിലാണോ ഒരു മനുഷ്യൻ, അയാൾ ചെറിയ അശുദ്ധിയുള്ള ആളാണ്. വുളു ഇല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ ചെറിയ അശുദ്ധിക്കാരനാണ്. അപ്പോൾ വുളു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ചെറിയ അശുദ്ധി. കുളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് വലിയ അശുദ്ധി എന്നുള്ളത്. ഈ 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാകാൻ ഇസ്ലാം പഠിപ്പിച്ച വഴിയാണ് ഒന്ന് കുളിക്കുക എന്നുള്ളത്, മറ്റൊന്ന് വുളു ചെയ്യുക എന്നുള്ളത്. നമ്മളിത് പറയുന്നത് വുളുവിനെ കുറിച്ചാണ്. കുളിയുമായി ബന്ധപ്പെട്ട വലിയ മസാലകളുണ്ട്, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇന്ന് ഒരു മനുഷ്യൻ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ അയാൾ വുളു ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നിയമമാക്കിയ കാര്യമാണ്. എന്താണ് വുളു എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ വുളു എടുക്കുന്ന ആൾക്കാരാണ്. വുളു എടുക്കുന്നതിലൂടെ വലിയ പ്രതിഫലങ്ങൾ വിശ്വാസികൾക്ക് അവർക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വുളു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, മിനൽ വദാഅതി വഹിയ അൽ ഹുസ്നു വന്നവാറ എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. വുളു എന്ന് പറയുന്ന പദം വദഅ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? വൃത്തിയും ഭംഗിയുമാണ്. അതുകൊണ്ട് വദഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വുളു എടുക്കുന്നതിലൂടെ ഒരാൾ എന്താ ചെയ്യുന്നത്? അയാൾ വൃത്തിയാകാണ്, അയാൾ ഭംഗിയുള്ള ആളായി മാറുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിഅമാലു മാഇൻ തഹൂരിൻ ലിയഅളാഇൻ മഖ്സൂസത്തിൻ. പണ്ഡിതന്മാർ പറയാം, വുളു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ പ്രത്യേകമായ ചില അവയവങ്ങൾ വൃത്തിയാക്കലാണ്. ഏതൊക്കെയാണത്? വഹിയ അൽ വജ്ഹു വൽ യദാൻ വർ-റഅ്സു വർ-റിജ്ലാൻ. നമ്മുടെ മുഖമുണ്ട്, കൈകളുണ്ട്, തലയുണ്ട്, അതേപോലെ തന്നെ 2 കാലുകൾ. ലൈലുൽ ഔത്താറിൽ വുളൂഇനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ വുളു എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിയാക്കലാണ്. എന്ത് വൃത്തിയാക്കലാണ്? നമ്മുടെ മുഖം, നമ്മുടെ 2 കൈകൾ, നമ്മുടെ തല, അതേപോലെ തന്നെ നമ്മുടെ കാലുകൾ. ഇതിനാണ് എന്ത് പറയുക? ശറഈയായി, മതപരമായി വുളു എന്ന് പറയാം. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മളിൽ പല ആളുകളും പഠിക്കാതെ പോകുന്നൊരു വിഷയം, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ വുളു എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് വുളു നിർബന്ധമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് 3 കാര്യങ്ങൾക്ക് വുളു നിർബന്ധമാണെന്നാണ്. 3 കാര്യങ്ങൾ ഒരു വിശ്വാസി ചെയ്യണമെങ്കിൽ അയാൾക്ക് വുളു നിർബന്ധമാണ്. അതിലൊന്ന് നമസ്കാരമാണ്, അതിൽ നമുക്ക് സംശയമല്ല. അതേപോലെ തന്നെ നിർബന്ധമായ നമസ്കാരം നിർവഹിക്കാൻ, ഐച്ഛികമായ നമസ്കാരം നിർവഹിക്കാൻ വുളു എടുക്കൽ നിർബന്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. 2ാമത്തെ കാര്യം തവാഫാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും വേളയിൽ തവാഫ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് വുളു ഉണ്ടായിരിക്കണം. വുളു ഇല്ലാതെ തവാഫ് ശരിയാകില്ല. ഞാൻ വിശദീകരിക്കാം. 3ാമത്തത് എന്താ? 3ാമത്തത് വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുളു വേണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുളു വേണം. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്, അത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ 1ാമത്തെ കാര്യം എന്താ?
നമസ്കരിക്കണം. അത് സുന്നത്താകട്ടെ, ഫറലാകട്ടെ, ഏത് നിസ്കാരാകട്ടെ, ആ നമസ്കാരത്തിന് എന്ത് വേണം? വുളു എടുക്കണം. എന്താ തെളിവെന്താ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ നിന്നാൽ ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിന് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ മുഖം കഴുകണം, കൈകൾ കഴുകണം, മുട്ടുവരെ നിങ്ങളുടെ കൈകൾ കഴുകണം, നിങ്ങളുടെ തല നിങ്ങൾ തടവണം, നിങ്ങളുടെ കാലുകൾ എന്ത് ചെയ്യണം? ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ കഴുകണം. അപ്പോൾ ഇതാണ് നമുക്കുള്ള തെളിവ്. നിസ്കരിക്കുന്ന സമയത്ത് നമസ്കാരത്തിന് തയ്യാറാകുന്ന ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അയാൾ വുളു എടുക്കണം. അതെന്താണ്? അത് വാജിബാണ്, അത് നിർബന്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു അഹദികും ഇദാ അഹ്ദത ഹത്താ യതവല്ലഅ. ഒരാളിൽ നിന്ന് അയാളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അവൻ അശുദ്ധിയിലാണ്, ശുദ്ധിയില്ലാത്തവനാണ്, വുളു ഇല്ലാത്തവനാണ്. എങ്കിൽ അവൻ വുളു എടുക്കുന്നത് വരെ അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ വുളു എടുക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം അല്ലാഹു സ്വീകാര്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യഖ്ബലുല്ലാഹു അസ്സ വജല്ല സദഖതൻ മിൻ ഗുലൂലിൻ വലാ സ്വലാത്തൻ ബിഗൈരി തുഹൂരിൻ. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി വരുത്താതെ ഒരു നമസ്കാരവും, ശുദ്ധി വരുത്താതെ വുളു ചെയ്യാതെ ഒരാൾ നിസ്കരിച്ച് അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അതേപോലെ തന്നെ ചതിച്ചെടുത്ത സമ്പത്ത് കൊണ്ടുള്ള ഒരു സ്വതക്കയും അല്ലാഹു സ്വീകരിക്കില്ല. ഒരാൾ പണം മോഷ്ടിച്ചു, എന്നിട്ട് അതുകൊണ്ട് അതിന് സ്വതക്ക നൽകി, അത് അല്ലാഹു സ്വീകരിക്കില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാടെന്താ? വുളു എടുക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സുന്നത്ത് നിസ്കാരാകട്ടെ, നിർബന്ധ നിസ്കാരാകട്ടെ, എന്ത് ചെയ്യണം? വുളു എടുക്കണം. വുളുവോടുകൂടെയാണ് വിശ്വാസികൾ നമസ്കരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താ? ത്വവാഫാണ്. ത്വവാഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വുളു ഉണ്ടായിരിക്കണം. ത്വവാഫ് എന്ന് പറഞ്ഞാൽ കാബയെ പ്രദക്ഷിണം ചെയ്യണം. ഹജ്ജ് ചെയ്യുമ്പോഴും ഉംറ ചെയ്യുമ്പോഴും ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്നിൽപ്പെട്ട അവിഭാജ്യ ഘടകമാണ് ത്വവാഫ് ചെയ്യുക എന്നുള്ളത്. ത്വവാഫ് ചെയ്യാതെ എന്ത് ചെയ്യില്ല? ഹജ്ജ് ഉംറ ശരിയാവില്ല. അപ്പോൾ ആ ത്വവാഫ് ഒരാൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അയാൾക്ക് വുളു ഉണ്ടായിരിക്കണം. ത്വവാഫ് 7 തവണ കാബയെ പ്രദക്ഷിണം ചെയ്യണം. ഹജറുൽ അസ്വദിൻ്റെ സമീപത്ത് തുടങ്ങി ഹജറുൽ അസ്വദിൻ്റെ സമീപത്ത് തന്നെ അവസാനിക്കുന്ന രീതിയിൽ 7 തവണ കാബയെ പൂർണ്ണമായി ത്വവാഫ് ചെയ്യണം. ആ ത്വവാഫ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ആ സമയം മുഴുവൻ എന്ത് ചെയ്യണം? അയാൾക്ക് വുളു ഉണ്ടായിരിക്കണം. വുളു നഷ്ടപ്പെട്ടാലോ? വുളു നഷ്ടപ്പെട്ടാൽ പണ്ഡിതന്മാർ പറഞ്ഞത്, അയാൾ എത്രാമത്തെ ത്വവാഫിലാണോ വുളു നഷ്ടപ്പെടുന്നത്, 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ത്വവാഫിൽ വുളു മുറിഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ വീണ്ടും വുളു എടുത്ത് ബാക്കി പൂർത്തിയാക്കണം. എന്നാൽ നമസ്കാരം അതുപോലെയല്ല. നമസ്കാരത്തിൽ വുളു നഷ്ടമായാൽ നമസ്കാരം എന്ത് ചെയ്യണം? ആദ്യം മുതൽ നിർവഹിക്കണം. അപ്പോൾ പണ്ഡിതന്മാർ അതിൻ്റെ ഇടയിൽ പറഞ്ഞത് നിസ്കാരം പോലെയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അത്വവാഫു ഹൗലൽ ബൈത്തി മിസ്ലു സ്വലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞു തവാഫ് എന്ന് പറഞ്ഞാൽ നിസ്കാരം പോലുള്ളൊരു ഇബാദത്താണ്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു തവാഫിൻ്റെ ഇടയിൽ വുളു പോയാൽ എന്ത് ചെയ്യണം? ആദ്യം മുതൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ തവാഫ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരം പോലെയല്ല തവാഫ്. കാരണം എന്താ? നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നാൽ നമ്മൾ ഫോൺ എടുത്തിട്ട് ഞാൻ നിസ്കാരത്തിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറയില്ല. കാരണം നിസ്കാരത്തിൽ വേറൊരു സംസാരം പാടില്ല. എന്നാൽ തവാഫ് അങ്ങനെയല്ല. തവാഫിൽ എന്ത് ചെയ്യുക? തവാഫിൽ നമുക്ക് സംസാരിക്കാം, അനിവാര്യമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് വിരോധമല്ല. അതുകൊണ്ട് നിസ്കാരവും തവാഫും ഒരേപോലെയുള്ള ഇബാദത്തല്ല. അതുകൊണ്ട് തന്നെ തവാഫിൽ വുളു നഷ്ടമായാൽ, എവിടുന്നാണോ വുളു നഷ്ടമായത് അവിടുന്ന് വീണ്ടും വുളു ചെയ്ത് ബാക്കി പൂർത്തിയാക്കിയാൽ മതി. നമസ്കാരം അങ്ങനെയല്ല. നമസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം? വീണ്ടും നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. 3ാമത്തെ കാര്യം എന്താ? വുളു നിർബന്ധമുള്ള 3ാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ എന്നുള്ളതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ എന്നാണ് പ്രയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമാണോ? ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് വലിയ തർക്കങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. ലാ യമസ്സുഹു, അവരതിനെ സ്പർശിക്കുകയില്ല. ആര്? ശുദ്ധിയുള്ളവരാണ്. ശുദ്ധിയോടുകൂടെയാണ് അവരതിനെ സ്പർശിക്കുക. ഖുർആൻ സ്പർശിക്കേണ്ടത് ശുദ്ധിയോടുകൂടെയാണ് എന്നർത്ഥം. അഥവാ വുളുവോടുകൂടെയാണ് ഖുർആനിനെ നമ്മൾ സ്പർശിക്കേണ്ടത്. അത് ഖുർആനിന് കൊടുക്കുന്ന ആദരവാണ്. മനസ്സിലായില്ലേ? മഹാനായ ഇമാം തബ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തമസ്സൽ ഖുർആന ഇല്ലാ വഅൻത ത്വാഹിറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ ശുദ്ധനായിക്കൊണ്ടല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്.
അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ എടുക്കുന്ന സമയത്ത് ആരായിരിക്കണം? ശുദ്ധിയുള്ള ആളുകൾ, വുളൂഉള്ള ആളുകളായിരിക്കണം. അതിൻ്റെ ഏറ്റവും അഫ്ദലിയത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ രീതി അതുതന്നെയാണ് എന്ന വിഷയത്തിൽ എന്തില്ല, സംശയമല്ല. لا يجوز مس المصحف من غير وضوء وهذا باتفاق المذاهب الفقهية الأربعية. പണ്ഡിതന്മാർ പറയാ മദ്ഹബിന്റെ 4 ഇമാമുകളും യോജിച്ച കാര്യമാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസമല്ല, അവരുടെ ഇടയിൽ തർക്കമില്ല. എന്ത്? ലാ യജൂസു മസ്സുൽ മുസ്ഹഫി മിൻ ഗൈരി വുദൂഇൻ, വുദൂ ഇല്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. അതിൽ ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി എല്ലാവരും യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താ? ഖുർആൻ സ്പർശിക്കാൻ എന്ത് ചെയ്യണം? വുദൂ എടുക്കണം. അത് ആണാകട്ടെ പെണ്ണാകട്ടെ വുദൂവോടുകൂടെയാണ് ഖുർആൻ സ്പർശിക്കേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില അനിവാര്യമായ സാഹചര്യങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാൻ എന്തു വേണ്ട? വുദൂ ഷർത്തല്ല, നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുകളുണ്ട്. എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ. ആയത്തുൽ കുർസി ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ഫലക്ക് ഓതണം, നാസ് ഓതണം. അതൊക്കെ നമുക്ക് ബൈഹാട്ടിൽ നിന്ന്, മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക? അതൊക്കെ നമുക്ക് പാരായണം ചെയ്യാം. അതിന് ശുദ്ധി എന്തല്ല? ഷർത്തല്ല. അതിന് ശുദ്ധി ഷർത്തല്ല, നിയമല്ല. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈലിലാകുമ്പോൾ, നിഫാസിലാകുമ്പോൾ അവർ അശുദ്ധരാണ്, അവർ ശുദ്ധിയുടെ അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ഖുർആനിനെ സ്പർശിക്കാതെ, അഥവാ അവരുടെ കൈകൊണ്ട് നേരിട്ട് ഖുർആനിനെ സ്പർശിക്കാതെ സോക്സ് പോലെയുള്ള എന്തെങ്കിലും ധരിച്ചുകൊണ്ട് ഖുർആൻ സ്പർശിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏറ്റവും നല്ലതെന്താ? ശുദ്ധിയോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ തൊടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല അഭിപ്രായം. എന്നാൽ ഒരു പഠിക്കാൻ പോണ വിദ്യാർത്ഥിനി അവർ കോളേജിൽ ഇപ്പം മുഴുവൻ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, മദ്രസയിൽ മുഴുവൻ സമയം ശുദ്ധിയോടുകൂടെ ഇരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്യുക? അവർ ഖുർആനെ നേരിട്ട് സ്പർശിക്കാതെ അവർക്ക് ഖുർആൻ നോക്കി പാരായണം ചെയ്യാം. കയ്യിൽ ഷോക്സ് പോലെയുള്ളതൊക്കെ ധരിച്ച് ഖുർആൻ ഓതാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് വുദൂ നിർബന്ധമുള്ള 3 കാര്യങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വുദൂ എടുക്കേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വുദൂ എടുക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾ പറഞ്ഞു. അതേതാ? 1 നമസ്കാരമാണ്, 2 ത്വവാഫാണ്, 3 ഖുർആൻ സ്പർശിക്കാനാണ്. ഇനി പണ്ഡിതന്മാർ വുദൂ എടുക്കൽ സുന്നത്തായ സ്ഥലങ്ങളുണ്ട്. ചില സമയങ്ങളിൽ നമ്മളൊക്കെ വുദൂ എടുക്കണം. 1 ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ദിക്ർ എടുക്കുമ്പോഴും. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എങ്ങനെയാണ്? നമ്മൾ ദിക്ർ എടുക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന സമയങ്ങളിൽ വുദൂവോടുകൂടെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഓർക്കുക. വുദൂവോടുകൂടെയാണ് എങ്കിൽ, ശുദ്ധിയോടുകൂടെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹദീത്തുകൾ എന്ത് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ നമസ്കാര വേളകളിലും വുദൂവിനെ പുതുക്കുക എന്നുള്ളത് സുന്നത്താണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വുദൂ എടുത്തു, ജുമാക്ക് വേണ്ടി നമ്മൾ വുദൂ എടുത്തു. അസർ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ നമ്മുടെ വുദൂ നഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വുദൂവോടുകൂടെ തന്നെ നിസ്കരിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നബിയുടെ ചര്യ എന്താണ്? എല്ലാ നമസ്കാരത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂവിനെ പുതുക്കുമായിരുന്നു. ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ഇൻദ കുല്ലി സ്വലാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? വുദൂ എടുക്കും. അപ്പോൾ അത് സുന്നത്താണ്. എല്ലാ നിസ്കാരത്തിനും വുദൂ എടുക്കുക എന്നുള്ളത് സുന്നത്താണ്. നിസ്കരിക്കണമെങ്കിൽ വുദൂ നിർബന്ധമാണ്. വുദൂ മുറിയാത്ത ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്യുക? മഗ്രിബിന് വുദൂ എടുത്തിട്ടുണ്ട്, അയാൾക്ക് ഇശാ നമസ്കാര സമയമായപ്പോൾ വുദൂ നഷ്ടമായില്ല, പക്ഷേ എങ്കിലും അയാൾ വുദൂ എടുക്കൽ എന്താണ്? സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയ അശുദ്ധിയുള്ളവർ, വിവാഹം കഴിച്ച ആളുകൾ, വലിയ അശുദ്ധിയുള്ള ആളുകൾ, ജനാപത്തുകാരനായി ഒരു മനുഷ്യൻ, അയാൾ രാത്രിയിൽ തൻ്റെ ഭാര്യയുമായി ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വീണ്ടും അയാൾ ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ വുദൂ എടുക്കണം. അത് സുന്നത്തായ കാര്യമാണ്. ഹദീസിൽ കാണാം, ഇദാ അത അഹദുകും അഹ്ലഹു സുമ്മ അറാദ അൻ യഊദ ഫൽയതവല്ലഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു, തൻ്റെ ഭാര്യയുടെ സമീപത്ത് ചെന്ന് എന്ത് ചെയ്തു? സംഭോഗത്തിലേർപ്പെട്ടു, ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഇടയിൽ അവൻ എന്ത് ചെയ്യട്ടെ? വുദൂ ചെയ്യട്ടെ. 2 ബന്ധമുണ്ടാകുന്നതിൻ്റെ ഇടയിൽ വുദൂ എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ അൻ യനാമ വഹുവ ജുൻബുൻ തവല്ലഉ വുദൂഅഹു ലിസ്സലാത്തി ഖബ്ല അൻ യനാമ. നബി ജനാപത്തുകാരനായിരിക്കെ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യും. അഥവാ
ഒരാൾ ഭാര്യയുമായി സംസർഗത്തിലേർപ്പെട്ടു, ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു, ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും അയാൾ വുദു എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആയിഷ ഉമ്മ പറയുന്ന മറ്റൊരു ഹദീസിലുള്ളത് ഫഅറാദ അൻ യഅകുല ഔ യനാമ എന്നാണ്. നബി എന്ത് ചെയ്തു? നബി ഭക്ഷിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ, അഥവാ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു, എന്നിട്ട് നബി ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചു, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുക്കും. അപ്പോൾ വുദു എടുക്കൽ സുന്നത്തായ സമയമാണിത്. അതേപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുദു എടുക്കൽ സുന്നത്താണ്. ഒരാൾ കുളിക്കാൻ പോവുകയാണ്, കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുദു എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. ഇനി ഒരാൾ ഉറങ്ങാൻ പോകുകയാണ്, രാത്രി ഉറങ്ങാൻ പോകുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുദു എടുക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നമ്മളൊക്കെ പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. വലിയ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. ആ ഉറങ്ങുന്ന സമയത്ത് വുദു എടുത്താൽ അതിൻ്റെ പ്രതിഫലം വിശദീകരിക്കുന്ന സമയം നമുക്കത് പറയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് നമസ്കാരത്തിന് വേണ്ടി, തവാഫിന് വേണ്ടി, ഖുർആൻ സ്പർശിക്കാൻ വേണ്ടി വുദു ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. സുന്നത്തായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? വുദു ചെയ്യുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വുദുവുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വുദുവെടുക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പള്ളിയിലേക്ക് കയറിയപ്പോൾ നമ്മളെല്ലാവരും വുദുവെടുത്ത ആൾക്കാരാണ്. ആ വുദുവെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ വുദു ഒരു കാരണമാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ആ ദുആ സ്വീകരിക്കാനുള്ള ഒരു കാരണമാണെന്ത്? വുദു എടുക്കുക എന്നുള്ളത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രില്ലാഹി ത്വാഹിറൻ ഫയതഗാറാ മിനൽ ലൈലി ഫയസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു. എന്താ ഹദീസിലുള്ളത്? ശുദ്ധിയോടുകൂടെ രാത്രി ഉറങ്ങാൻ കിടക്കുകയും എന്നിട്ട് ഉറക്കം വരാതെ അപ്പോൾ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അവനോട് ദുനിയാവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട വല്ല നന്മയും ഒരാൾ ചോദിക്കുകയാണ് എങ്കിൽ ആ ചോദിക്കുന്ന മനുഷ്യന് അള്ളാഹു അത് നൽകാതിരിക്കില്ല എന്ന്. ഇവിടെ രണ്ട് മസ്അലകൾ പഠിക്കണം. ഒന്നെന്താ? ഒന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് വുദു എടുക്കണം നമ്മൾ പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പ് വുദു എടുത്ത ഒരാൾ രാത്രി ശുദ്ധിയോടുകൂടെ കടന്നാൽ എന്തു ചെയ്യും? ആ സമയത്ത് അവൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. രണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ശുദ്ധിയോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അതിന് ഇജാബത്തുണ്ട് എന്നുകൂടെ ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ അദബുകളിൽപ്പെട്ട കാര്യമാണ്, പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ട കാര്യമാണ് ശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വുദു എടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തു ചെയ്യും? ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് സ്വഹീഹായ ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഹദീത്തിലുള്ളത്, ഒരാൾ വുദു എടുക്കുകയാണ് എങ്കിൽ അത് അയാളുടെ പദവികൾ ഉയരാൻ കാരണമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അയാളുടെ പദവികൾ ഉയരാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീത്തിൽ കാണാം, ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ എല്ലാവരുടെയും മുന്നിൽ നടക്കുകയാണ്. സ്വർഗത്തിൽ എല്ലാവരുടെയും മുന്നിലാണ്. ആ മുന്നിൽ നടക്കുന്നതിൻ്റെ വാറടി ശബ്ദം, ചെരിപ്പിൻ്റെ ശബ്ദം കേട്ടു എന്നാണ് നബി പറയുന്നത്. അപ്പോൾ സ്വഹാബികൾ ചെന്ന് ബിലാൽ അള്ളാഹിനോട് ചോദിക്കുന്നത്, ബിലാലെ, നിങ്ങൾ എന്താണ് ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്നത്? ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആ സമയത്ത് ബിലാൽ അള്ളാഹിന് പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ എപ്പോഴും ശുദ്ധിയോടുകൂടെയാണ് നടക്കുക. എല്ലാ സമയത്തും വുദു എടുക്കും. ഞാൻ എപ്പോൾ വുദു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ശുദ്ധിയോടുകൂടെ നടക്കുക. അത് പദവികൾ ഉയരാനുള്ള കാരണമാണ് എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വുദു എടുക്കുന്നത് കാരണമാകും. ഒരു ഹദീസിൽ കാണാം, നമ്മൾ വുദു എടുക്കുമ്പോൾ കൈകൾ കഴുകണം. ഒരാൾ കൈ കഴുകണം, 3 തവണ കൈകൾ കഴുകും. ആ കൈകൾ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈയിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുമ്പോൾ, നമ്മുടെ കൈകളിൽ നിന്ന് ആ കഴുകാൻ ഉപയോഗിച്ച വെള്ളം ഉറ്റി വീഴുന്നതോടൊപ്പം തന്നെ ആ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ എന്ത് ചെയ്യും? ഒഴുകിപ്പോകുന്നതാണ്.
ഇത് സ്വഹീഹായ ഹദീത്താണ്. ഒരാൾ മുഖം കഴുകുമ്പോൾ ആ മുഖത്തെ വെള്ളം ഒലിച്ചു പോകുന്നതോടുകൂടെ മുഖം കൊണ്ട് അയാൾ ചെയ്ത പാപങ്ങൾ എന്ത് ചെയ്യും? ഒലിച്ചു പോകുമെന്നാണ്. അങ്ങനെ ഓരോ അവയവങ്ങളും, നമ്മുടെ കൈകൾ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കഴുകിക്കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഹദീസിൽ സ്വഹീഹായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് പഠിപ്പിക്കുന്ന ഒട്ടനവധി ഹദീസുകളുണ്ട്. 1-2 ഹദീസല്ല, ഒരുപാട് ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് പറഞ്ഞു. നബി പറയുന്നുണ്ട്, അല അദുല്ലുക്കും അല മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പദവികൾ ഉയർത്താനും നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാനുമുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞു തന്നാലും. അപ്പോൾ നബി പറഞ്ഞു, ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹി വകത്റത്തുൽ ഖതാഇ ഇലൽ മസാജിദ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വുദു പൂർണ്ണമായിട്ട് എടുക്കുക. തണുപ്പുള്ള സമയത്ത്, ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യുക? വുദു എടുക്കുക. വുദു എടുക്കാൻ മടി കാണിക്കാൻ പാടില്ല. അത് നമ്മുടെ പദവികൾ ഉയരാൻ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ കാരണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നമ്മളെ തിരിച്ചറിയുക വുദുവിൻ്റെ അടയാളം കൊണ്ടാണ്. നബിയോട് ചോദിക്കും, നബിയെ, നിങ്ങളുടെ ഉമ്മത്ത് വലിയ ഉമ്മത്തല്ലേ, കുറേ ആളുകളില്ലേ, അവരിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മത്തിനെ, നബിയുടെ ഉമ്മത്തിനെ എങ്ങനെ തിരിച്ചറിയുക? അപ്പം നബി പറയുന്നുണ്ട്, ഞാനവരെ തിരിച്ചറിയുക അവരുടെ വുദുവിൻ്റെ അടയാളങ്ങളിലൂടെയാണ് എന്നാണ്. വുദു എടുക്കുന്ന ആളുകളെ പരലോകത്ത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിയുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാണ് വുദു എടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരികളെ, വുദു എന്ന് പറയുന്ന കർമ്മത്തിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വുദു എന്താകണം? അത് നബി പഠിപ്പിച്ചതുപോലെയാകണം. നബി പഠിപ്പിച്ചതുപോലെ വുദു എടുക്കണം. അതുകൊണ്ട് വുദുവിൻ്റെ രൂപം നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ വുദുവിൻ്റെ രൂപവും വുദുവിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ മഹത്വവും വുദു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹുവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.